ഞാൻ വയലാർ കവിതകളുടെ ഒരു താത്വികമായ അവലോകനമൊന്നും നടത്താൻ പറ്റിയ ആളല്ല. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്. നമ്മളിങ്ങനെ ആകാശത്തെ ചന്ദ്രബിംബം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർക്കും ഇത് എൻ്റെ ചന്ദ്രനാണ് എന്ന്, എൻ്റെ മാത്രം ചന്ദ്രൻ. ഇപ്പോൾ എൻ്റെ ജാലകത്തിൻ്റെ ആ ഒരു പഴുതിലൂടെ വന്ന് വീഴുന്ന ആ ചന്ദ്ര വെളിച്ചം, അതിൽ നിന്നായിരിക്കും ഞാൻ ആ ചന്ദ്രനെ കാണുന്നത്. അതുപോലെ എൻ്റെ അനുഭവത്തിൽ വയലാർ എന്ന ഗാനരചയിതാവ് എന്ന കവി ഉണ്ടാക്കിയ അനുരണനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ കിഴക്കൻ മലയോരത്ത് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പകാലത്ത് KPSC ഒക്കെ ആരംഭിച്ച കാലമാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സുവർണകാലം. അപ്പോൾ അന്ന് കാഞ്ഞിരപ്പള്ളിയിലെ ജനതാ ക്ലബ് എന്നും സഹൃദയ വായനശാല എന്നൊക്കെ പറയുന്ന സാംസ്കാരിക കേന്ദ്രങ്ങളുണ്ട്. അവിടെ ഈ KPSC നാടകങ്ങളൊക്കെ വളരെ വളരെ ജനപങ്കാളിത്തത്തോടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു. KS ജോർജ് അവിടെ താമസിച്ച് ഗാനമേളകളൊക്കെ നടത്തുന്ന ഒരു കാലവും കൂടിയായിരുന്നു അത്. അപ്പോൾ അന്ന് സിനിമാ ഗാനങ്ങളെക്കാൾ ആളുകൾ ഏറ്റുപാടി നടന്നിരുന്ന നാടകഗാനങ്ങളായിരുന്നു. ഞങ്ങളുടെ അമ്മയൊക്കെ ഞങ്ങളെ താരാട്ട് പാടുന്നത് ഈ KPSC നാടകത്തിലെ പാട്ടുകളാണ്. ഈ തുമ്പി തുമ്പിയും അതുപോലെ വെള്ളാരം കുന്നിലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആ പാട്ടുകൾ, അതൊക്കെ അമ്മയൊക്കെ എപ്പോഴും മൂളിക്കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു. അന്ന് അതിലെ മിക്ക പാട്ടുകളും ONV സാറായിരുന്നു എഴുതിയിരുന്നത്. പക്ഷേ അന്നൊന്നും അത് ആരാണ് എഴുതിയെന്നൊന്നും നമുക്ക് ഓർക്കാൻ അറിയില്ലല്ലോ. ഇപ്പോൾ തമ്പിച്ചാട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിലെ കൂടപ്പിറപ്പ് എന്ന സിനിമയിലെ പാട്ടുകൾ വയലാറാണ് എഴുതിയതെന്ന് കേട്ട് ഞാൻ വിസ്മയിച്ചു പോയി. കാരണം അതിലെ വളരെ പോപ്പുലറായിരുന്നൊരു പാട്ടുണ്ട്, കുങ്കുമച്ചാറ് മണിഞ്ഞ് പുലർകാല മങ്ക വരുന്നല്ലോ. അതൊരു കുറച്ച് ശോകം നിറഞ്ഞൊരു പ്രണയഗാനം പോലെ, ഒരു പ്രത്യേക ഈണമാണ് അതിന്. അതേപോലെ LPR പാടിയ പറന്ന് 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 ചെല്ലാൻ. ഇപ്പം എൻ്റെ അപ്പനും അമ്മയൊക്കെ നന്നായിട്ട് പാടുമായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഇവരിങ്ങനെ ഉച്ചത്തിൽ പാടുമ്പോൾ എതിരെയുള്ള കുന്നുകളിൽ തട്ടിയ ശബ്ദങ്ങളൊക്കെ പ്രതിധ്വനിക്കും പോലെ എനിക്ക് തോന്നുമായിരുന്നു. അപ്പോൾ ഈ പറന്ന് പറന്ന് കുറച്ചും കൂടി അതിൻ്റെ ശബ്ദം കുറേ കൂടി ലിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു ഉയർന്ന ടോണിലായിരുന്നു അത് പാടുന്നത്.